അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ്. ഹെൽപ്പറേയും നമ്മളെക്കാട്ടൊക്കെ മുന്നേ എണീറ്റ് കുളിച്ച് റെഡിയായി നിൽപ്പുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട്. പിന്നെ ഇവനെ വിളിച്ച് എണീപ്പിക്കാനാണ് വലിയ പാട്. ഒരുപാട് താമസിക്കാൻ നിന്നില്ല, എല്ലാവരും പെട്ടെന്ന് കുളിച്ച് റെഡിയായി നേരെ അമ്പലത്തിൽ പോവാണ്. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമ്മുടെ വിജയണ്ണന്റെ ഫ്ലെക്സ്. അപ്പോൾ നമ്മളത് രണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്, ഗംഗൈക്കൊണ്ട ചോളപുരം പിന്നെ ഐരാവതേശ്വര ടെമ്പിളും. അപ്പോൾ നമുക്ക് തഞ്ചാവൂരിൽ നിന്ന് ട്രെയിനുണ്ട്, അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ഐരാവതേശ്വര ടെമ്പിളിലേക്കാണ്. അവിടെ നിന്ന് ബസ് പിടിച്ച് വേണം ഗംഗൈക്കൊണ്ട ചോളപുരത്തേക്ക് പോകാൻ. അങ്ങനെ ഏകദേശം ഒരു 7:15 ആയപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് ഭാഗ്യത്തിന് നമ്മൾ കയറുന്ന ട്രെയിനിലൊന്നും വലിയ തിരക്കുണ്ടാകാറില്ല. അങ്ങനെ പുറത്തെ കാഴ്ചകളെ കണ്ടിരുന്ന ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കണ വീഡിയോയിലൊന്നും വലുതായിട്ട് ഉൾപ്പെടാത്തിരുന്നുണ്ട് നമ്മുടെ ചെറിയ ഞങ്ങളെല്ലാവരും അവനെ കുഞ്ഞൂസ് എന്നാണ് വിളിക്കുന്നത്. ഇവനാണ് കേട്ട ആള്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ നടന്നെത്തി ആദ്യം പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ഞങ്ങൾ ചെന്ന് കയറിയത് ഒരു ചെറിയ കടയിലാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരുന്ന ഫുഡ് വന്നപ്പോഴേക്കും നല്ല അടിപൊളി ഫുഡ്. പിന്നെ അവിടെ നിന്ന് 2 പ്ലെയിൻ ദോശയും ഒരു ചായ കുടിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ഈ കാണുന്ന വഴി കൂടിയാണ് അമ്പലത്തിലേക്ക് നടക്കേണ്ടത്. കാണാൻ നല്ല രസമുണ്ടല്ലോ, പുല്ലും ചെടിയൊക്കെ പിടിപ്പിച്ചിട്ട്. അമ്പലത്തിൽ കയറുന്നതിന് പിന്നെ ഒരു നന്ദിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മുടെ വള്ളിക്കുട്ടൻ അവൻ്റെ ആഗ്രഹമൊക്കെ പറയുകയാണ്. അതിൻ്റെ പറയുന്നത് നമ്മുടെ ഹരിക്കുട്ടനും കയറിയിട്ടുണ്ട്. പിന്നെ നടന്ന് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഫോട്ടോ എടുപ്പും വീഡിയോസ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ തത്തയൊക്കെ പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ കിടക്ക കത്ത് കയറി തൊഴാനും നമ്മൾ കുറച്ചു നേരം സമയം കണ്ടുപിടിച്ച് കേട്ടോ. രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ചോള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ അമ്പലമൊക്കെ ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലേ, എല്ലാവർക്കും നല്ല ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ കൊണ്ടൊരു ചേടമ്പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോയി. അവിടെ തഞ്ചാവൂർ പട്ടുസാരി നെയ്യണുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് പോയത്. ആ ചേട്ടനാണെങ്കിൽ അവിടെ ചെന്നപാടെ ആ നെയ്യണ കാര്യങ്ങളെ പറ്റി കുറെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു. ആ ഒരു സാരിയിൽ എത്ര നൂലുണ്ടാകുമെന്നും പിന്നെ ആ ഒരു സാരി നെയ്യാനായിട്ട് ഇത്ര സമയം എടുക്കുന്നു, അങ്ങനെ കുറെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടനോട്ടിരുന്ന കുറെ സാരിയൊക്കെ എടുത്ത് നമ്മളെ മുന്നിലേക്ക് വിരിച്ചിട്ട് ചിലപ്പോൾ ഞങ്ങൾ മേടിക്കുന്നവർത്തായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിന്റെ വരുവാണിത്. അങ്ങനെ ബസ് സ്റ്റോപ്പിന്റെ പുറത്ത് ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ബസ് വരാൻ വേണ്ടി. പക്ഷേ ബസ് ഒന്നുമില്ല. അങ്ങനെ പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ആ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാണും വള്ളിക്കുട്ടനും കൂടി ഒരു പ്ലാൻ പറഞ്ഞത്. മദർലാൻഡ് മസാല സോഡ കുടിക്കാൻ പാലക്കാട് വരെ പോയാലാണ്. അതാണ് കേൾക്കേണ്ട താമസം. തഞ്ചാവൂരും തിരിച്ച് വർക്കല എന്നുള്ള പ്ലാൻ മാറ്റി തഞ്ചാവൂർ നേരെ പാലക്കാട്ടേക്ക് വിട്ടേക്കാൻ നിർത്തും. അങ്ങനെ സ്റ്റാൻഡിൽ നമുക്ക് നമ്മളെ ബസ്സിൽ കയറി കഴിഞ്ഞുള്ള പരിപാടി കാണാം. അപ്പോൾ ബസ് എടുക്കാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റ് കൂടി ഇതിനകത്ത് ഈ ചൂട് സഹിച്ചിരിക്കണം. അങ്ങനെ സമയപ്പോഴത്തേക്കും ബസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയത് എല്ലാവരും നല്ല ഉറക്കത്തിലായിട്ട്. അങ്ങനെ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഹരിച്ചേട്ടൻ നമ്മൾ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഗംഗൈക്കൊണ്ട ചോളപുരം. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അകത്തൊന്നും കയറി തൊഴാനാ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരും അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ കൂട്ടിരിക്കേണ്ട ഇടയ്ക്കൂടി നമ്മുടെ വള്ളിക്കൂട്ടം വ്ലോഗൊക്കെ എടുത്ത് നടക്കും. അതിനിടയ്ക്കാണെങ്കിൽ എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ബസ് കയറി റൂമിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചത് പാലക്കാട്ടേക്ക് പോകാനായിട്ട് സ്റ്റേഷനിൽ ചെന്നിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ വന്നപ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത്ര നേരം ഉണ്ടായിരുന്ന ബാക്കി ആ ട്രെയിനിൽ മാത്രം നമുക്കില്ലായിരുന്നു. കാരണം നല്ല തിരക്കും തമിഴന്മാരുടെ ഇടിയും ബഹളവും. അതിനിടയ്ക്ക് ഏതൊരു സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും അവന്മാർ പകുതി മുക്കാൽ പേരും ആ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ വെളുപ്പിന് ഒരു 2 മണിയുടെ അടുത്തായിട്ട് നമ്മൾ പാലക്കാട് എത്തി. ആ സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. ബാക്കി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.